perimeter of the base of a square pyramid is 40 centimeter and the total length of all its edges is 92 centimeter. Calculate its surface area. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡ് നോക്കിയോ. മലയാളത്തിലാണെങ്കിൽ ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 40 സെന്റിമീറ്റർ, വക്കുകളുടെ ആകെ നീളം 92 ആണ്. സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. ക്വസ്റ്റ്യൻ: the perimeter of the base of a square pyramid is 40 centimeter. ആകെപ്പാടെ മാത്രം തന്നിട്ടിരിക്കുന്നു അല്ലേ. പെരിമീറ്റർ ഓഫ് ദ ബേസ്. ബേസ് എന്താ ഷേപ്പ്? ബേസ് സമചതുരമാണ് അല്ലേ, സമചതുരമാണ്. അതിന്റെ ബേസിന്റെ പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. പെരിമീറ്റർ ഓഫ് ദ ബേസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സമചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള വാക്ക് എന്താ? എത്ര വശമാണോ ഉള്ളത് അതെല്ലാം കൂടെ കൂട്ടണം. സമചതുരത്തിന് 4 വശമാണുള്ളത്, കൂട്ടണം. അപ്പൊ ഇവിടെ ഒരെണ്ണം എ ആണ്, നമ്മൾ അങ്ങനെയാ പഠിച്ചിരിക്കുന്നത്. ഒരെണ്ണം എ ആണ്. A പ്ലസ് A പ്ലസ് A പ്ലസ് A 4A അല്ലേ. 4A എന്നാണ് അതിന്റെ വാക്യം. അപ്പം പെരിമീറ്റർ ഓഫ് ദ ബേസ് സമചതുരമായതുകൊണ്ട് അതിന്റെ പെരിമീറ്ററിനുള്ള വാക്യം 4A ആണ്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 4 × 1 വശം. അങ്ങനെ 4 × 1 വശം അത് എത്ര തന്നിരിക്കുന്നത്? 40 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതാണ് ബേസിന്റെ പെരിമീറ്റർ. ബേസ് സമചതുരമാണ്. സമചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4A ആണ് വാക്യം. 4A 40 എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 4 വശങ്ങളോട് കൂട്ടിയാൽ 40. അപ്പോൾ ഒരു വശം എത്രയാണ്? ഒരു വശം കാണാനായിട്ട് 40/4 40/4 എന്ന് എടുത്താൽ പോരെ. അപ്പം ഒരു വശം 10 എന്ന് കിട്ടുന്നു. 10 സെന്റിമീറ്റർ. മനസ്സിലായോ? അതായത് ബേസിന്റെ പെരിമീറ്റർ സമചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വശം കാണാനായിട്ട് അതിനെ 4 കൊണ്ട് ഹരിക്കുക. എത്രയാണോ ആ സംഖ്യ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരു വശം കിട്ടും. 40/4 10 എന്ന് കിട്ടുന്നു. അപ്പം നമുക്ക് ഒരു അക്ഷരം കിട്ടി, എ കിട്ടി. അപ്പം എ 10 ആണ്. അതായത് ഈ 4 വശങ്ങളും 10 വീതമാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും ഒരു പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇനിയും പറഞ്ഞിരിക്കുന്നു നോക്കിയേ. ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92. ഒരു സമചതുര സ്തൂപികയ്ക്ക് ആകെ 8 വക്കുകളുണ്ട്, 8 എഡ്ജസ് ഉണ്ട്. ആകെ എത്ര എണ്ണം ഉണ്ട്? 8 എഡ്ജസ് ഉണ്ട്. 4 പാദം, 4 ബേസ് എഡ്ജ് ഉണ്ട്. അത് 4 ഈക്വൽ ആണ്. അതുപോലെ തന്നെ 4 ലാറ്ററൽ എഡ്ജുകൾ അല്ലെങ്കിൽ പാർശ്വവക്കുകളും ഉണ്ട്. അതും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഈ 4 എണ്ണത്തിന്റെ കൂട്ടിയാൽ 40 ആണ്. ഇത് 8 എണ്ണവും കൂടെ കൂട്ടുമ്പോഴത്തേക്കും 92 എന്നാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം ടോട്ടൽ ഓഫ് ഓൾ എഡ്ജസ് 92 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസ് എഡ്ജും ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ, ബേസ് എഡ്ജസ് പ്ലസ് ലാറ്ററൽ എഡ്ജസ് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 92 എന്ന് വരുന്നു. ബി എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജസ് ആണ്. ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും കൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് 92 എന്ന് വരുന്നുണ്ട് അല്ലേ. അതിൽ ബേസ് എഡ്ജ് നമുക്കറിയാം എത്രയാണ്? 40 ആണ്. 4 എണ്ണം കൂടെ കൂട്ടിയാൽ 40 പ്ലസ് ലാറ്ററൽ എഡ്ജസ് എന്ന് പറയുമ്പോൾ 92, ടോട്ടല് 92. അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ എഡ്ജ് എത്രയാണ് കിട്ടുന്നത്? 40ഉം ലാറ്ററൽ എഡ്ജോട് കൂട്ടുമ്പോഴാണ് 92 കിട്ടുന്നത്. അല്ലെങ്കിൽ 40നോട് ഏത് സംഖ്യ കൂട്ടിയാൽ 92 കിട്ടും. അതല്ലേ ലാറ്ററൽ എഡ്ജിന്റെ ആൻസർ. അപ്പം ലാറ്ററൽ എഡ്ജസ് ഈസ് ഈക്വൽ ടു 92 മൈനസ് 40 52 എന്ന് കിട്ടുന്നു. മനസ്സിലായോ? 52. അതായത് ഈ 4 എണ്ണവും കൂടെ കൂട്ടിയാൽ 52 ആണുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിന് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു ലാറ്ററൽ എഡ്ജ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നു? 52 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 30 എന്ന് വരും. അപ്പം ഒരു ലാറ്ററൽ എഡ്ജ് കാണാനായിട്ട് ടോട്ടൽ ലാറ്ററൽ എഡ്ജസ് ഈ 4 എണ്ണവും കൂടെ കൂട്ടിയാൽ 52 വരും. അതെല്ലാം തുല്യമാണ്. തുല്യമായതുകൊണ്ട് ഒരെണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരെണ്ണത്തിനെ കാണാനായിട്ട് 52 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 13. അപ്പം ഇതെല്ലാം 13 വീതം വരുന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ, വളഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത്. പാദവക്ക് അതും ഒരെണ്ണമായിട്ട് തന്നിട്ടില്ല, ചുറ്റളവ് തന്നിട്ടുണ്ട്. അപ്പൊ ചുറ്റളവ് 40 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഒരെണ്ണത്തിന്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എ കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ 4 കൊണ്ട് ഹരിച്ച് 10 സെന്റിമീറ്റർ നിർത്തും. ഇപ്പം നമുക്ക് എ എന്ന അക്ഷരം കിട്ടി. ഇനിയും പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 92 ആണ്. അതിനകത്ത് ഇവിടെ 40 ഉണ്ട്. ബാക്കി എത്രയാണ്? 40. 92 40 പോയിട്ട് 52 ആണ് നമുക്ക് ഈ 4 എണ്ണം കൂടെ കൂട്ടുമ്പോൾ ഉള്ളത്. അതിൽ ഒരെണ്ണം കാണുന്നതിൽ
ഈക്വൽ ആയതുകൊണ്ട് 52നെ 4 കൊണ്ട് ഹരിക്കുന്നു 13. അപ്പം നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ചു നമ്മൾ വാക്കുകളല്ല. ഇനി നമ്മൾ ഇത് ഏതൊക്കെ സംഭവങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കണം. 4 ബേസ് എഡ്ജും 4 ലാറ്ററൽ എഡ്ജസും ആണുള്ളത്. അപ്പം ബേസ് എഡ്ജ് 10 അവർ 10 തന്നിട്ടില്ല, ചുറ്റളവ് 40 ആകുമ്പോൾ നമുക്കറിയാം 10 എന്നുള്ളത്. അപ്പം ബാക്കി ഈ ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കണം. ലാറ്ററൽ എഡ്ജിന് ആകെയുള്ള ഒരു ക്ലൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 92 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 40 ഇവിടെ പോയല്ലോ, ബാക്കി 52. 4 ലാറ്ററൽ എഡ്ജസ് കൂട്ടുമ്പോൾ ഉള്ളത് 52. അപ്പോൾ ഒരെണ്ണത്തിന്റെ 52/4 13. അവിടെ നമുക്ക് എന്ത് കിട്ടി? ഇ കിട്ടി. എയും ഇയും കിട്ടി. ബാക്കി നിങ്ങൾക്ക് അറിയാം. എൽ കണ്ടുപിടിക്കുക, E² - A/2 ഹോൾ സ്ക്വയർ. അതിനുശേഷം TSAയുടെ ഉപരിതല പരപ്പളവിന്റെ വാക്യം അപ്ലൈ ചെയ്യും. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇത് അടുത്ത ഒരു റൂള് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ദ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ദ ബേസ് ഏരിയ? പാർശ്വതല പരപ്പളവ് പാദ പരപ്പളവിന് തുല്യമായ ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ കഴിയുമോ? ഇതിനകത്ത് ഫിഗേഴ്സ് ഒന്നുമില്ല, എയോ എല്ലോ അങ്ങനത്തെ സംഖ്യകളൊന്നും തന്നിട്ടില്ല. ഇതൊരു ചോദ്യമാണ്. അതായത് പാദ പരപ്പളവും പാർശ്വതല പരപ്പളവും ഈക്വൽ ആയിക്കൊണ്ട് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ ചോദ്യം. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും സ്ക്വയർ പിരമിഡിന് ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ? സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ നേരെ നിലത്ത് മുട്ടിയല്ല നിൽക്കുന്നത്, അതിങ്ങനെ പൊങ്ങിയല്ല നിൽക്കുന്നത്. ആ ഹൈറ്റ് ഉണ്ടോ എന്നാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നോക്കേണ്ടത്. ഹൈറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റും. അതായത് സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ്? സ്ക്വയർ പിരമിഡിന് ഒരു ഹൈറ്റ് ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് പാദ പരപ്പളവും ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ പാർശ്വ പരപ്പളവും ഈക്വൽ ആയിട്ട് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു പടം വരച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളൊരു സമചതുര സ്തൂപികയുടെ പിക്ചർ ഇവിടെ വരച്ചു. അതിനകത്ത് നോക്കി നമുക്ക് ഓരോ അക്ഷരങ്ങൾ അറിയാം. ഇതാണ് എ, ഇത് ഇ, ഇങ്ങനെ സ്ലാൻ ഹൈറ്റ് L അല്ലേ, ഇത് H. ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാദ വിസ്തീർണം അല്ലെങ്കിൽ പാദ പരപ്പളവും പാർശ്വമുഖ പരപ്പളവും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. പാദ പരപ്പളവ് ബേസ് ഏരിയ എന്താണ് വാക്യം? A² ആണ് അല്ലേ? ബേസ് ഏരിയ A² ആണ്. അതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ് വാക്യം? 2AL. ഇത് രണ്ടും തുല്യമാണെന്നാണ് പറഞ്ഞത്. തുല്യമായിക്കൊണ്ടൊരു സ്തൂപിക ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമുക്ക് ചോദ്യം. അപ്പം നമ്മൾ ഇത് രണ്ടും തുല്യമാണെന്നല്ല, അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ബേസ് ഏരിയ ഈക്വൽസ് ലാറ്ററൽ സർഫസ് ഏരിയ. ബേസ് ഏരിയ എത്രയാണ്? A² ഈസ് ഈക്വൽ ടു 2AL എന്ന് വരും അല്ലേ? അപ്പം A² നമുക്ക് എങ്ങനെ എഴുതാം? A × A ഈസ് ഈക്വൽ ടു 2AL. അതിനകത്തും നമുക്ക് രണ്ട് സൈഡിലും A കോമൺ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞാൽ A ഈസ് ഈക്വൽ ടു 2L എന്ന് വരും. ഇതാണ് ഇതിന്റെ പോയിന്റ്. A ഈസ് ഈക്വൽ ടു 2L. അതായത് ബേസ് ഏരിയ A² ആണ്, ലാറ്ററൽ സർഫസ് ഏരിയ 2AL ആണ്. ഇത് രണ്ട് ഈക്വൽ ആണല്ലോ. അപ്പം ബേസ് ഏരിയ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ബാക്കി എഴുതുക. A² ഈസ് ഈക്വൽ ടു 2AL. നമുക്കിത് കട്ട് ചെയ്യാൻ സൗകര്യത്തിൽ നമ്മൾ A²നെ A × A എന്ന് എഴുതുന്നു, A × 2AL. അപ്പോൾ ഇവിടെ ഒരു എയും ഇവിടുത്തെ എയും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എന്താണ്? A ഈസ് ഈക്വൽ ടു 2L എന്ന് വരുന്നുണ്ട് അല്ലേ? അതായത് 2L ഈസ് ഈക്വൽ ടു A. അങ്ങനെയാണെങ്കിൽ ഒരെൽ എത്രയാണ്? A/2 അല്ലേ? ഇത്രയും മനസ്സിലായോ? അതായത് A ഈസ് ഈക്വൽ ടു 2L. 2 × L ആണ് A. അങ്ങനെയാണെങ്കിൽ L കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? A/2. ഈ 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താ? ഡിവിഷൻ ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 2 × L ആണ്. അപ്പുറത്ത് പോകുമ്പോൾ A/2 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് A ഈസ് ഈക്വൽ ടു 2L. Lന്റെ വില നമ്മൾ A/2 എന്ന് എടുക്കണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. H കണ്ടുപിടിച്ചാൽ മതി. H ഈസ് ഈക്വൽ ടു, H കാണാനുള്ള വാക്യം എന്താണ്? കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നല്ലോ. ഇതാണ് മട്ടത്രികോണം വരുന്നത്. ഇത് H, ഇവിടെ A/2, ഇത് L അല്ലേ? അപ്പം H കാണാനുള്ള വാക്യം എന്തായിരുന്നു?
എൽ ആണ് കർണം. കർണമാണ് ഏറ്റവും വലുത്. ഇത് ലംബമാണ്. ലംബം കണ്ടുപിടിക്കണ എന്താണ് വാക്യം? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പം എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. എല്ലിന് നമ്മൾ ഈ എയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വില കണ്ടുപിടിച്ചല്ലോ. എല്ലിന്റെ വില എത്ര പറഞ്ഞിരിക്കുന്നത്? a/2 എന്നല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കാൻ പോവാണ്. എൽ എന്നുള്ളിടത്ത് നമ്മൾ a/2 എന്ന് കൊടുക്കും. a/2 ദ ഹോൾ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ഒരേ സംഖ്യയല്ലേ ഇത് രണ്ടും? a/2 ആണ്. a/2 ദ ഹോൾ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ എന്ത് വരും? √0 എന്ന് വരും. റൂട്ടിനകത്ത് 0 വന്നാൽ 0. അതായത് എച്ച് ഇല്ല, എച്ച് 0 ആണ് വരുന്നത്. മനസ്സിലായോ? എച്ച് 0 ആണ് വരുന്നത്. അപ്പം ഒരു സമചതുര സ്തൂപിക എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നിർബന്ധമായ ഒരു ഹൈറ്റ് ഉണ്ടാവണം. ഇവിടെ എച്ച് ഉണ്ടോ? ഇല്ല, എച്ച് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക്. അതിന്റെ റീസൺ എഴുതണം. അതായത് എച്ച് 0 വന്നതുകൊണ്ട് സമചതുര സ്തൂപിക്ക് നിർബന്ധമായി ഹൈറ്റ് ഉണ്ടാവണം. അതുകൊണ്ട് നമുക്ക് സമചതുര സ്തൂപിക ഉണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് റീസൺ ആയിട്ട് ഇവിടെ എഴുതാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ to make such a square pyramid. Because there is no height. ഈ റീസൺ എഴുതുന്ന എനിക്കിടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയാണ് എഴുതിയത്. ശ്രദ്ധിക്കുക, ഇത് എഴുതണം നിർബന്ധമായി. അപ്പോൾ എന്താണ് കാരണം? നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. സമചതുര സ്തൂപികയാണ്. ഇതാണ് ഇതിന്റെ പോയിന്റ്. ഇതാണ് സമചതുര സ്തൂപിക നിർമ്മിക്കണമെങ്കിൽ നിർബന്ധമായതിന് പൊക്കം വേണം. പൊക്കം ഇല്ലെങ്കിൽ അത് ഒട്ടി നിൽക്കത്തല്ലേ ഉള്ളൂ. അപ്പം സമചതുര സ്തൂപിക്ക് ഹൈറ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സമചതുര സ്തൂപിക ഇപ്പം നമ്മൾ ഈ ഇത് ചെയ്ത് നോക്കിയപ്പം ഹൈറ്റ് ഇല്ല, ഹൈറ്റ് 0 എന്ന് വന്നു. അതുകൊണ്ട് തന്നെ എഴുതാം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് സച്ച് എ സ്ക്വയർ പിരമിഡ് ബിക്കോസ് ദർ ഈസ് നോ ഹൈറ്റ്. മലയാളം മീഡിയത്തിലാണെങ്കിൽ ഈ സമചതുര സ്തൂപികയ്ക്ക് ഉന്നതി അല്ലെങ്കിൽ ഉയരം 0 ആണ്, ഉയരമില്ല. അതിനാൽ നമുക്ക് ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ആയിട്ടുള്ള ഒരു സമചതുര സ്തൂപിക നിർമ്മിക്കാൻ സാധ്യമല്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ എക്സർസൈസ് കഴിഞ്ഞു. ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 5 നമ്മൾ ചെയ്തു. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക.